മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് റൂൾ കർവ് നിയമം ലംഘിച്ചതായി ആരോപണം. കേന്ദ്ര ജല കമ്മീഷന്റെ ജൂൺ മാസത്തെ ജലസംഭരണ പട്ടിക പ്രകാരം അണക്കെട്ടിൽ പരമാവധി 136 അടി വെള്ളം മാത്രമേ ശേഖരിക്കാനാവൂ. എന്നാൽ ശനിയാഴ്ച രാത്രി 10 മണിയോടെ ജലനിരപ്പ് 136 അടിയിലെത്തിയിട്ടും 13 മണിക്കൂർ 35 സെക്കൻഡ് വൈകി ഞായറാഴ്ച രാവിലെ 11:35 ഷട്ടറുകൾ തുറന്ന് സ്പിൽവേ വഴി പുറത്തേക്ക് വെള്ളം ഒഴുക്കിയത്. ഈ സമയം ജലനിരപ്പ് 136.2.5 അടിയായി ഉയർന്നിരുന്നു. കേരളം സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശമാണ് 136 അടിക്ക് മുകളിൽ വെള്ളമുള്ള ഓരോ തുള്ളി ജലവും. ആദ്യ 10 സെന്റിമീറ്റർ ഉയർത്തിയ ഷട്ടറുകൾ വൈകിട്ട് 4 മണിയോടെ 30 സെന്റിമീറ്ററായി ഉയർത്തി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം റൂൾ കർവ് പാലിക്കാൻ തമിഴ്നാട് ബാധ്യസ്ഥരാണ്. റൂൾ കർവും ഗേറ്റ് ഓപ്പറേറ്റിംഗ് ഷെഡ്യൂളും നിരീക്ഷിക്കാൻ അന്തിമമാക്കാനുള്ള ചുമതല ഉന്നതാധികാര സമിതിക്കാണ്. എന്നാൽ ഈ സമിതി പലപ്പോഴും തമിഴ്നാടിനോട് പക്ഷപാതം കാണിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. തമിഴ്നാടിന്റെ നിയമലംഘനത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിലും ഉന്നതാധികാര സമിതിയിലും പരാതി നൽകാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മോഹൻ കട്ടാർക്കിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിയാലോചന നടത്തും. സർക്കാർ നിയോഗിച്ച വിദഗ്ധനും KSEB റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറുമായ ജെയിംസ് വിൽസണുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അന്തർസംസ്ഥാന ജലപ്രശ്നങ്ങളിൽ വൈദഗ്ധ്യം തെളിയിച്ച വിൽസൺ മുല്ലപ്പെരിയാർ സ്പെഷ്യൽ സെൽ, പറമ്പിക്കുളം ആളിയർ റിവ്യൂ റിപ്പോർട്ട് കമ്മിറ്റി, വൈദ്യുത ബോർഡ് സർവേയർ വിദഗ്ധോപദേശ സമിതി എന്നിവയിൽ അംഗമായിരുന്നു. ഞായറാഴ്ച വൈകിട്ടത്തെ കണക്കനുസരിച്ച് 13 ഷട്ടറുകളിലൂടെ സെക്കൻഡിൽ 750 ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുകുന്നുണ്ട്. ഈ വെള്ളം ഇടുക്കി ഡാമിലെത്തും. മുല്ലപ്പെരിയാർ ജലം ഉപയോഗിച്ച് തമിഴ്നാട് ലോവർ ക്യാമ്പ് പവർ ഹൗസിൽ വർഷം തോറും ശരാശരി 500 കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ കേരളത്തിന് നൽകുന്ന പാട്ടത്തുക വെറും 10 ലക്ഷം രൂപ മാത്രമാണ്. വസ്തുകരമായ 2.5 ലക്ഷവും വൈദ്യുതി ഉൽപ്പാദന റോയൽറ്റി 7.5 ലക്ഷവും.